ഹലോ ഡിയസ്, ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മക്കളെ, നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത്. സാറേ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സമയം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. സമയം വാച്ചിൽ നിങ്ങൾ കാണുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 1 മണി കഴിഞ്ഞിട്ട് കറക്റ്റ് 1 മണി. 1 മണി, യെസ്, കറക്റ്റ് 1 മണിയാണ്. നമ്മുടെ മാരത്തോൺ ഇപ്പോഴാണ്, മാരത്തോൺ അല്ല, സൂപ്പർ 60 നമ്മൾ ഇപ്പോഴാണ് അവസാനിപ്പിച്ചത്. ഏകദേശം 100ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ലൈവിൽ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ എക്സാം നാളെയാണ്. എക്സാം നാളെയാണ്. ഞങ്ങൾ ഇന്ന് എടുക്കുന്ന വീഡിയോ ഇന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് 1 മണിക്ക്, രാവിലെ പുലർച്ചെ 1 മണിക്ക് ആണ് വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുക ഏകദേശം ഒരു 10 മണി ആ സമയത്തായിരിക്കും. അപ്പോൾ നിങ്ങളോട് പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, അത് പറയാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. പല കുട്ടികൾക്കും മാത്സ് എക്സാം എഴുതുമ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, സാർ ഞാൻ പഠിച്ചു, ഇക്വേഷൻസും അല്ലെങ്കിൽ ഫോർമുലകളും ബൈ ഹാർട്ട് പഠിച്ചിട്ടാണ് ഞാൻ പോയത്, അല്ലെങ്കിൽ ഞാനിത് കുറേയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ആ ക്വസ്റ്റ്യൻ ചെയ്തു വന്നപ്പോൾ പകുതിയിൽ ഞാൻ സ്റ്റക്കായി പോയി. ചില പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, സാർ ഞാൻ ഇതൊക്കെ പഠിച്ചു, പരീക്ഷകളിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ അവന്റെ തുഞ്ചത്തുണ്ട്, കിട്ടുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? സ്കിപ്പ്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ പിന്നെ ചില വാല്യൂസ് മറന്നു പോവുക. പിന്നെ ഇപ്പൊ റൂട്ട് 2 റൂട്ട് 3 ഒക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന് തരും, ചിലപ്പോൾ തരൂല. പയ്യന്റെ വില അതേപോലെ തന്നെ പയ്യന്റെ വില തരൂല. 3 മാർച്ച് 14 ആലോചിച്ചാൽ 3.14 അത് സിമ്പിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ഇനി ചില സാധനങ്ങളുണ്ട്, കാരണം ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് വേറൊരു ചാപ്റ്റർ അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരും. അതായത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ കാണാം, പാരലൽ ലൈനും അതുപോലെ തന്നെ സിമിലർ ലൈനും കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരും. അതേപോലെ പോളിനോമിയലും പെയർ ഓഫ് ഇക്വേഷനും കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരും. സർക്കിൾ മെഷേഴ്സും ഏകദേശം എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് സെറ്റ് ആക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ദിവസം നമ്മൾ പുതുതായിട്ട് പഠിക്കുക എന്നുള്ളതിനെ കൂടെ തന്നെ ചെയ്യേണ്ടതാണ്. പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. ഇത്രയും ദിവസം സൈലത്തിന്റെ കൂടെ കൃത്യമായിട്ട് പഠിച്ചു പോയ കുട്ടികൾക്കും ഇനി അവസാന നിമിഷം പഠിക്കണം എന്ന് കരുതിയിരുന്ന ആളുകൾക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ മാരത്തോൺ ലൈവ് എന്ന് പറയുന്നത്. ഇന്ന് 7:30 സൈലത്തിന്റെ മെഗാ മാരത്തോൺ. നിങ്ങൾ ആനുവൽ എക്സാം എഴുതുമ്പോഴും കഴിഞ്ഞ ഓണം എക്സാം എഴുതുമ്പോഴും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ആ മാരത്തോൺ എത്രമാത്രം എഫക്റ്റീവ് ആണെന്നുള്ളത്. സോ ഞങ്ങൾ മറക്കണ്ട, നിങ്ങൾ കൃത്യം 7:30 നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ടീച്ചേഴ്സ്, ആ ടീച്ചേഴ്സിന്റെ ലൈവ് ക്ലാസ്, സൈലത്തിന് ഒരുപാട് ചാനലുകൾ ഉണ്ടല്ലോ, ആ ചാനലുകളിലൊക്കെ ഒന്ന് നിങ്ങൾ പോയി നോക്കിയാൽ കാണാം, ഇതേ മുഖങ്ങളാണ് മറ്റു പല ചാനലുകളിലും മറ്റു പല ദിവസങ്ങളിലായിട്ട് രാത്രി 12 മണിക്കും 1 മണിക്കും കഴിഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഈ എയർക്ക് വരികയാണെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അത് ഏറ്റവും വലിയൊരു ഹിസ്റ്ററി ആക്കിക്കൊണ്ട് 9ാം ക്ലാസ്സിലെ കുട്ടികൾ എന്താക്കണം, കൃത്യമായിട്ടുള്ള ഫാക്ട് ഞാൻ പറഞ്ഞുതരാം. 13-ാം തീയതി ബുധനാഴ്ച നിങ്ങൾക്ക് നോക്കിയാൽ SSLC ചാനലിൽ നിങ്ങൾക്ക് നോക്കാം. അന്ന് SSLCയുടെ മാത്സ് എക്സാം ആയിരുന്നു. 12-ാം തീയതി 11-ാം തീയതി രാത്രി ഇതേപോലെ 11:30 ഞങ്ങള് 12:30 ഞങ്ങള് ഈ സൂപ്പർ 60 അവസാനിപ്പിച്ചത്. അത് കഴിഞ്ഞ് അതേപോലെ ഞങ്ങൾ ഒരു മെഗാ മാരത്തോണുമായിട്ട് 12-ാം തീയതി വൈകുന്നേരം വന്നിട്ടുണ്ട്. അതും ഏകദേശം 11 മണിക്ക് ശേഷമാണ് അവസാനിച്ചത്. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച +1കാർക്ക് മാത്സ് എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച +2കാരുടെ മാത്സ് എക്സാം ആയിരുന്നു. ഇന്ന് ശനിയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം മാത്സിന്റെ എക്സാമുകൾ നടക്കുമ്പോൾ ഇപ്പോൾ ഷാഹിദ് സാർ ആണെങ്കിൽ +1ഉം +2ഉം 10ാം ക്ലാസ്സും എല്ലാം എടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്കാണെങ്കിലും ഒരുപാട് ക്ലാസ്സുകളും നിരത്തി ക്ലാസ്സുകൾ തന്നെയായിരുന്നു. പക്ഷെ ഒരു എനർജി ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഒരു എനർജി കുറവ് നിങ്ങൾക്ക് അത്ര ചിലപ്പോൾ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ പറയുന്ന വാക്കുകളിൽ നിങ്ങൾക്ക് ആ ക്ഷീണം കാണൂല, കാരണം നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് മാത്രമാണ്. അപ്പോ ഈ നാളെ നിങ്ങൾ പരീക്ഷ പോകുന്ന ഇന്നത്തെ ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നെറ്റ് റീചാർജ് അതിനുള്ള ഒരു പൈസ അച്ഛനോടും അമ്മയോടും പറയാം. 15 രൂപ മതി. യെസ്, ഇന്ന് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് അഡീഷണലും കൂടെ ചെയ്യേണ്ടി വരും. കാരണം ഒരുപാട് റെക്കോർഡഡ് വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ എഴുതി തന്നെ പഠിക്കുക. അതുപോലെ ഫോർമുലകൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കണക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ലൈവില്. അതൊക്കെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. എഴുതുന്നത് നമുക്കൊന്നും കൂടെ റീകോൾ ചെയ്യാൻ, കാരണം മാത്സ് നമ്മൾ വായിച്ച് മാത്രം പഠിക്കരുത്, ആക്റ്റീവായിട്ട് എഴുതി കൂടെ പഠിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മെഗാ മാരത്തോൺ, അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് വരും. പിന്നെ വരയ്ക്കാനുള്ള കുറേ ചോദ്യങ്ങളുണ്ട്, വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അതിനുള്ളൊരു വീഡിയോ തന്നെ നമ്മൾ തന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ അത് ഇന്ന് രാവിലെ നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. 40,000-ലേറെ കുട്ടികൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പൊ നാളെ ലാസ്റ്റ് നിങ്ങൾ വിചാരിച്ചാൽ അത് എത്തും. അത് വീഡിയോക്ക് റീച്ച് ആവുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ഏറ്റവും സിമ്പിൾ ആയിട്ട് മാർക്ക് കിട്ടിയതാണ്. കാരണം വളരെ സിമ്പിൾ ആയിട്ട് 2 ചിത്രം വരയ്ക്കുമ്പോഴത്തേക്ക് മാർക്ക് കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പോൾ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, ചെയ്ത് തന്നെ പഠിക്കാം.
അല്ലാതെ ചുമ്മാ വായിച്ച് പഠിക്കരുത് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. മലന്ന് കിടന്ന് വായിച്ച് പഠിച്ചാൽ മാത്സിൽ മാർക്ക് കിട്ടൂല. പല ആളുകളും യൂട്യൂബ് ചിലപ്പോൾ തുറന്നു വെക്കും, എന്നിട്ട് ഇങ്ങനെ കേൾക്കും ഹെഡ്സെറ്റ് വെച്ചിട്ട്, അവർക്ക് മാർക്ക് വരും, കാരണം അവർ പകുതിക്ക് വെച്ചേക്കാം. പക്ഷെ നിങ്ങൾ യൂട്യൂബ് കാണുന്നതിനോട് കൂടെ തന്നെ പേപ്പർ എടുത്ത് പേന എടുത്തുകൊണ്ട് എന്താക്കണം, നിങ്ങൾ അതിന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്ലൈഡുകളൊക്കെ കിട്ടും. ആ സ്ലൈഡുകളൊക്കെ ഒന്ന് മറച്ചു നോക്കുക, റിവൈസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. എഴുതി കഴിഞ്ഞാൽ ഇതൊന്നും മറച്ചു കൂടെ നോക്കുക. നമ്മൾ എന്താണ് എഴുതിയിട്ടുള്ളത്, നമ്മൾ ഏത് രീതിയിലാണ് സ്ട്രക്ചർ ചെയ്ത് വന്നത് എന്നൊക്കെ നിങ്ങൾ നോക്കുക. ഈ രീതിയിൽ ഇന്നത്തെ ഒരു ദിവസം സൈലത്തിന്റെ കൂടെ വരിക. സൈലം ക്ലാസ് 9 എന്ന് പറയുന്ന ചാനലിൽ ഞാനും ഫൂഫ് സാറും കൂടി അത്രയധികം വീഡിയോസ് ആണ് മാത്സ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. വീഡിയോസും ഉണ്ട്, ഷോർട്സും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മളിനി കൂടുതൽ പറയേണ്ടതെന്നു, നിങ്ങൾ വരിക, ബാക്കി നമുക്ക് അവിടെ 7:30 കാണാം. 7:30 കാണാം.